ചേച്ചി ഡ്രൈവർ വണ്ടി എടുത്ത് അമ്മ എന്താ പറ്റി ചേച്ചി? ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇത് സ്റ്റോപ്പ് അല്ല, പിന്നെ ഇവിടെ ഇറങ്ങാൻ എന്താ പറ്റി? എന്റെ പൊന്നു ചേച്ചി, ഒരു ഹെൽപ്പ് വേണം. എന്റെ കുഞ്ഞിന് ഒരു സ്വർണം മേടിക്കാൻ പോയതാ, അതവിടെ വെച്ചങ്ങ് മറന്ന്. എന്താ അതിനാനും കളഞ്ഞു പോയോ? മോൻ ഇപ്പൊ കിട്ടണോ അത്? മോൻ അതിഞ്ഞാൻ ഇപ്പൊ വേണം. അതിഞ്ഞാനും ചേച്ചി ഇതിനെ 10 മിനിറ്റ് വീട്ടിലോട്ടൊന്ന് ഇരുത്താവൂ. ഞാൻ അതൊന്ന് എടുത്തോണ്ട് വരട്ടെ പ്ലീസ് ചേച്ചി. അതിനെന്താ മോനെ, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയിട്ട് വാ. ഏതാടാ കൊച്ചു ചെറുക്കൻ? ഇനി മാലതിയുടെ കൊച്ചു വല്ലതും ആണോ? അടിച്ചാൻ പൊട്ടിക്കും കേട്ടോ. മോർണിംഗ് വാ, അവിടെ ഫ്രിഡ്ജിനകത്ത് ഐസ്ക്രീം ഉണ്ട്, അവിടെ ഒരു ചേച്ചി ഉണ്ട്, കളിക്കാനൊക്കെ പറ്റും. മക്കളെ കുരുത്തക്കേടൊന്നുണ്ടാക്കല്ലേ, അമ്മ പെട്ടെന്ന് വരാം, ഞാൻ നോക്കിക്കോളാം. താങ്ക്സ് ചേച്ചി. ആ ഓക്കെ. മോളെ മോളെ, ഇത് ആരാ വന്നേ നോക്കിയേ? ആരാ വന്നേ നോക്ക്. സത്യം പറ, ഏത് ജാരസന്തതിയിലുള്ള ഇവൻ? പിന്നെ നിന്നെ ഉണ്ടാക്കപ്പെട്ട പാടെ എനിക്ക് അറിയത്തുള്ളൂ. അപ്പഴാ ജാരൻ. മോന്റെ പേര് ദാരൻ നല്ല ധ്യാന. നല്ല പേര്. മോൻ എല്ലാ വിഷയത്തിനും പൊട്ടാറുണ്ടല്ലേ? പഠിക്കുന്ന വിഷയത്തിനൊക്കെ പൊത്താറുണ്ട്. നിങ്ങളവിടെ ഞങ്ങൾ തമ്മിലുള്ള രജിസ്റ്റർ മാരേജ് ഫിക്സ് ചെയ്തേക്കുന്നത്. വീട്ടിൽ നിന്ന് എങ്ങനെ ഇറക്കും? എന്നാ നീ ഫോൺ അങ്ങോട്ട് വിളിക്കണം. ഫോൺ വിളിക്കാൻ പറ്റത്തില്ല, ആ തള്ള ഫോൺ ബുക്ക് ചെയ്യുന്നു. ആണോ മൊത്തത്തിൽ സീനാ. അമ്മേ, ആ ഫോൺ ഇങ്ങോട്ട് തരാവാ. യൂട്യൂബിനകത്ത് എക്സാമിന്റെ ഒരു വീഡിയോ കാണാനായിരുന്നു. അയ്യടി മണമേ, നിനക്ക് നിന്നെ കാമുകനെ വിളിക്കാനില്ലയോ? ഇപ്പൊ തരാം. മോനെ, മോൻ ചേച്ചിയുടെ കൂടെ പോയി അവിടെ കാണും ഇരിക്കെ, ഞാൻ എന്തെങ്കിലും തിന്നാൻ ഉണ്ടാക്കി തരാം. എടാ, ഇന്ന് കല്യാണം നടന്നില്ലെങ്കിൽ ഒരിക്കലും നടക്കത്തില്ല. മറ്റന്നാൾ ഞാൻ ഗൾഫിൽ പോവാ. എന്താ ചെയ്യാ നമ്മളിപ്പോ? ഒരു കാര്യം ചെയ്യാം, തൽക്കാലം നമുക്കൊരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ആലോചിക്കാം. നീ വാ. എടാ, നീ എന്തിനാടാ എന്റെ പുറയിൽ വരുന്നേ? അവിടെ എങ്ങനെ പോയിരിക്കടാ? മോന് തേച്ചിലെ പോതയിൽ നടക്കണം. എന്താണ് എന്തിനാടാ നോ പാർക്കിംഗ് സ്ഥലത്ത് വണ്ടി കൊണ്ട് വെച്ചേ? സാറേ, ജസ്റ്റ് ഒന്ന് വെച്ചതേ ഉള്ളൂ. ഞങ്ങൾ അങ്ങ് പൊക്കോളാം സാറേ. ഇന്നല്ല, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ വണ്ടി ഇവിടെ ഇരിക്കുന്നത്. സാറേ, എന്താ വേണമെങ്കിലും ചെയ്യാം. തേറ്റിക്ക് തേറ്റനെ വിളിക്കാൻ വേണ്ടി ഫോൺ വേണോ? ഉണ്ടോ? എവിടെ? പോക്കറ്റിലാണോ? ബാഗിലുണ്ട്. രണ്ടമത്തി കഴിഞ്ഞാൽ ധൂമ്പുചാലി ഉണ്ട്. നീക്ക് കോടതിയിൽ പോയി അടയ്ക്കും കേട്ടോ. കോടതിയിലല്ല, കോപ്പിൻ തടയെ കൊണ്ട് അടയ്ക്കും. ആരാണത്? കോപ്പടയ്ക്കുവന്മാര്. എന്റെ പൊന്ന് സാറേ, ഇയാൾ ആരാന്ന് പോലും അറിയത്തില്ല. സാർ പറ്റിയതാ സാറേ. ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ച്. നിന്റെയൊക്കെ ഈ വണ്ടി അറിയാൻ ഇവിടുത്തെ റോഡ് പണി പോലും നടന്നില്ല. കേസ് ഡബിളാ. പെണ്ണാ, ഈ ഇരിക്കുന്ന സ്കൂട്ടർ അങ്ങോട്ട് പൊക്കെടുത്ത് മാറ്റി വെച്ച് ടാർ ചെയ്യാൻ പറ്റാത്ത നീയൊക്കെയാ ഇവന് പെത്തിയടിക്കുന്നത്. അയ്യോ, തെറ്റി തെറ്റി. തേറ്റിയുടെ ഫോണ് അമ്മയുടെ കയ്യിൽ നിന്ന് എത്തു തന്നാ പോതെ. തരുവോ? എപ്പോഴേ എത്തായിരുന്നു. ഫോണ്. നീ എന്തിനാടാ പേടിക്കുന്നത്? ധൈര്യം ഉണ്ടെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം ബാക്കി കാര്യം. ഇനിയും നിന്റെ കാര്യത്തിൽ തീരുമാനം. കേസായി മോനെ, ഇനി ഒന്നും പറയേണ്ട ഒരു കാര്യമില്ല. തനിക്ക് എന്താ പ്രശ്നം? എനിക്കറിയത്തില്ല, അവിടെ നിന്ന് എന്നെ പിടിച്ച് ചാരി വെച്ചേക്കോ. അപ്പം മാലതിയുടെ അച്ഛനോ ഇത്? അയ്യോ, ഒന്നുമില്ല അമ്മേ. അച്ഛന് കഴുത്ത് വേന എന്ന് പറഞ്ഞ് തടവി കൊടുക്കുമായിരുന്നു. നിന്നെയൊക്കെ കണ്ടപ്പോഴേ മതി നീയൊക്കെ കമ്പനികളായിരിക്കും. നീയൊക്കെ താക്കോലിന് വേണ്ടി സ്റ്റേഷനിലോട്ട് വാ കേട്ടോ. ഹലോ ഹലോ, മനോജേട്ടാ. മക്കളെ, പിണക്കം മാറിയോ? എന്നാലും മോളെന്നെ തിരക്കി വേറൊരാടെ ഫോണിൽ കഷ്ടപ്പെട്ട് വിളിച്ചല്ലോ. എന്താ സുഖാണോ? അച്ഛനെ ഇപ്പുറത്തുണ്ടടി, വരുമോ കേട്ടോ? പെട്ടെന്ന് വരാം കേട്ടോ. മനോജേട്ടന്റെ ഫോൺ എങ്ങനെ അച്ഛന്റെ കിട്ടിയത്? ട്രാൻസ്ഫറാ മക്കളെ. അല്ല, നിങ്ങളെന്താ ഇവിടെ? അല്ല, രജിസ്റ്റർ ഓഫീസിൽ കല്യാണം, അതിനുവേണ്ടി വന്നു. എന്ത് രജിസ്റ്റർ ഓഫീസിൽ കല്യാണോ? ഞാൻ സാക്ഷി ഒപ്പിടാം. എന്റെ കാലത്തൊട്ട് അനുഗ്രഹം വെച്ചല്ലോ. അങ്ങനൊന്നും അല്ല, ഈ നമ്മുടെ അമ്പലത്തിലെ സർദാ കൃഷ്ണന്റെ കല്യാണം, അതിന്റെ പിരിവിന് ഇറങ്ങിയതാ. ഇങ്ങോട്ട് വന്നേടി. ഏതാ ഈ പൊട്ടന്മാര്? അമ്മ, ഞങ്ങളെ പിരിവിന് വന്നാ. പിരിവിന് ഏതമ്പലവാ? വടക്കടത്ത് പള്ളികളെ. ഞാനിത് കേട്ടിട്ടില്ലല്ലോ. അത് കുടുംബശാസ്ത്രോ? ശരി. ആ പേഴ്സിനകത്തെ മുഷിഞ്ഞൊരു 20 നോട്ടുണ്ടല്ലോ, അതെടുത്ത് കൊടുത്തേര്. അമ്മ, ഇച്ചിരി വെള്ളം തരാവോ? ദാഹിക്കുന്നു. പിരിവിനൊക്കെ ഇറങ്ങിയതുകൊണ്ട് ഭയങ്കര വെയിലാ. അകത്തൊരു ജവാൻ ഇരിപ്പുണ്ട്. നീ അവിടെ ഞാൻ അടിച്ചിട്ട് വരാം.
ഇങ്ങോട്ട് ഇറങ്ങി. നിങ്ങൾ എന്ത് പറ്റി ഒളിച്ചോതാൻ പോവല്ലേ? എങ്കിൽ മോനെ ഒളിച്ചോതാൻ സഹായിക്കാം. ഒരു മാറിട്ടെ, എങ്ങനെ സഹായിക്കും? ഹലോ പോലീസ് സ്റ്റേഷൻ. അതെ, എന്റെ വീട്ടിൽ കള്ളം കയറി. സാറേ, ഇവൻ എന്റെ കൊച്ചിന് വെച്ചിരുന്ന 22 പവൻ അടിച്ചു മാറ്റിയത്. ആണല്ലേ? മുമ്പ് നീ എന്നെ ഒരുത്തിനെ വെച്ച് കളിയാക്കിയപ്പോഴത്തേക്ക് രണ്ടെണ്ണം തറവെന്ന് ഞാൻ വിചാരിച്ച. അയ്യോ ഇടിക്കല്ലേ, മനോഹേട്ടനെ ഒന്നും ചെയ്യല്ലേ, ഞങ്ങൾ രണ്ടുകൂടെ ഒളിച്ചോടാൻ വേണ്ടി ചെയ്തതാ. ഇങ്ങോട്ട് വാടാ. എന്റെ പൊന്നെ ചേച്ചി, ഞാൻ സ്വർണ്ണം ഒന്നും എടുത്തിട്ടില്ല. ദേ, നീ ഇവിടെ കയറ്റി ആ കൊച്ചാർക്കാരും തേടി. അയ്യോ, ആ കൊച്ചിറക്കനെ കാണുന്നില്ലയോ? ഇനി എന്റെ തള്ള വരുമ്പോ ഞാൻ എന്താ പറയും? അപ്പൊ ഒരു മിസ്സിംഗ് കേസും കൂടെ ആയല്ലേ? അല്ല, ആ കൊച്ചി ഇറക്കാനാ ഞങ്ങളെ ഒളിച്ചോടാനൊക്കെ സഹായിച്ചേ. എന്നിട്ട് അവൻ എന്ത് ചെയ്യേ? എന്നാ ബാഗ് ചേട്ടിയുടെ അമ്മയെ അടുക്കളയുണ്ട്, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. മൂന്ന് ചീരത്തൊക്കെ ഇഷ്ട വീട്ടിൽ ഉണ്ടാക്കും. ഞാനും അറിയാതെ സഹായിച്ചായിരുന്നു. നീ ഇവന്റെ കൂടെ പോയാലേ എനിക്കെന്തോ ഗുണം? ഇത് എമ്പുരാന്റെ ടിക്കറ്റ് കഷ്ടപ്പെട്ട് കിട്ടിയതാ. ഇത് അച്ഛനെടുത്തു. 2 ആഴ്ച ഇതിന്റെ പുറഞ്ഞു നടന്നിട്ട് എനിക്ക് കിട്ടിയില്ലടാ. നീ എനിക്ക് ഒപ്പിച്ച് തന്നല്ലോ. കൊണ്ടോക്കോ അവളെ, കൊണ്ടോക്കോ. ഷോ സാറേ, അവൻ ഇവിടെ ഇരുന്നപ്പോഴേ അവന്റെ പടം ഞാൻ വരച്ചായിരുന്നു. എവിടെ? വേണ്ട. ഹലോ എടോ, ഞാനൊരു ഫോട്ടോ വാട്സപ്പ് അയച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഡേറ്റാബേസിൽ ഒന്ന് ചെക്ക് ചെയ്തേ. ഹലോ, പറഞ്ഞോടോ. സാറേ, ഇത് കൊടും കുറ്റവാളിയായ അമീർ അലിഖാന്റെ മകനാ. അവന്റെ പേരിൽ തന്നെ 41 കേസ് വേറെയുണ്ട്. പോന്നതിനിടയ്ക്ക് ഞാൻ അവനെ ഒന്ന് സഹായിച്ചായിരുന്നു. ആലന്മാരും തോത്തക്കൂ, എന്റെ ഒരു കളിപ്പാട്ടാവത്തിരിക്കും. താങ്ക് പൊക്കോ പോകോ, സമയം കാണും. ചപ്പല് മുത്തും. അപ്പൊ 22 പവനുമായിട്ട് ആ ചെറുക്കനാന്ന് പോയെ? എന്റെ സ്വർണം. എന്റെ ശ്രീധരൻ. ചോട്ടാ അമീർ മോനെ, പപ്പ വിളിക്കുന്നു. എവിടാ അമ്മേ? അടുത്ത പദ്ധതിക്കുള്ള ടൈമായി. പടനിലത്തുള്ള കൃഷ്ണ സ്റ്റോഴ്സിന്റെ മുതലാളി രാഹുലിന്റെ വീട്ടിൽ. നേത്ത് നിങ്ങൾക്ക് കുറച്ച് ഉത്തരവാദിത്തം വേണം. ആ കൊച്ചി ഇറക്കനാണ് ഒറ്റയ്ക്ക് വിട്ടേക്കുന്നത്. ഞാനാണ് അവനെ കൊണ്ട് അവന്റെ അമ്മയുടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജോ, അവന്റെ ഒരു ബാഗ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, മുടിഞ്ഞ കലമായിരുന്നു. ഞാൻ അടുത്ത് ഓട്ടയ്ക്ക് കയറ്റി വെച്ച് വായിക്കും. അയ്യോ, എന്ത് പറ്റി? ബാങ്ക് വെച്ച് പൈസ മറന്നുപോയി. ഞാനൊന്ന് എടുത്തോണ്ട് വരട്ടെ. എന്റെ കുഞ്ഞിനെ ഒന്ന് നോക്കാവോ? അതിനിപ്പോ എന്തുവാ, എനിക്ക് അവിടെ കടയും വീടും ഉണ്ട്, ഞാൻ അവിടെ ഇരുത്തിക്കോളാം.